നേർവീഥി നേർവീഥി നേർവീഥി. ഇവാഞ്ചലിസ്റ്റ് കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യിരെമ്യാ പ്രവചനം 11-ാം അധ്യായം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ, യഹോവെങ്കിൽ നിന്ന് യിരെമ്യാവിനുണ്ടായ അരുളപ്പാട്: ഈ നിയമത്തിൻ്റെ വചനങ്ങളെ നിങ്ങൾ കേട്ട് യഹൂദ പുരുഷന്മാരോടും യെരുശലേം നിവാസികളോടും പ്രസ്താവിപ്പീൻ. നീ അവരോട് പറയേണ്ടത് എന്തെന്നാൽ, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഈ നിയമത്തിൻ വചനങ്ങളെ കേട്ടനുസരിക്കാത്ത മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. അവയെ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരോട് അവരെ ഇരുമ്പ് ചൂളയായ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന നാളിൽ കൽപ്പിച്ചു. നിങ്ങളെൻ്റെ വാക്ക് കേട്ടനുസരിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതുപോലെയൊക്കെയും ചെയ്യുവീൻ. എന്നാൽ നിങ്ങൾ എനിക്ക് ജനവും ഞാൻ നിങ്ങൾക്ക് ദൈവവും ആയിരിക്കും എന്നരുളി ചെയ്തു. ഇന്നുള്ളതുപോലെ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് പാലും തേനും ഒഴുകുന്ന ദേശം കൊടുക്കുമെന്നിങ്ങനെ ഞാൻ അവരോട് ചെയ്ത സത്യം നിവർത്തിക്കേണ്ടതിന് തന്നെ. അതിന് ഞാൻ ആമേൻ യഹോവേ എന്നുത്തരം പറഞ്ഞു. അപ്പോൾ യഹോവ എന്നോട് അരുളി ചെയ്തത്: യഹൂദാ പട്ടണങ്ങളിലും യെരുശലേമിൻ്റെ വീഥികളിലും ഈ വചനങ്ങളെയൊക്കെയും വിളിച്ചു പറക. ഈ നിയമത്തിൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്തുകൊള്ളുവീൻ. ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന നാളിലും ഇന്നുവരെയും ഞാൻ അധികാലത്തും ഇടപെടാതെയും അവരോട് എൻ്റെ വാക്ക് കേൾപ്പീനെന്ന് പറഞ്ഞു സാക്ഷീകരിച്ചിരിക്കുന്നു. അവരോ അനുസരിക്കുകയും ചെവി ചായ്ക്കുകയും ചെയ്യാതെ ഓരോരുത്തൻ താൻ്റെ ദുഷ്ടഹൃദയത്തിൻ്റെ ശാഠ്യപ്രകാരം നടന്നു. ആകയാൽ ഞാൻ അവരോട് ചെയ്യുവാൻ കൽപ്പിച്ചതും അവർ ചെയ്യാതെ ഇരിക്കുന്നതുമായ ഈ നിയമത്തിൻ്റെ വചനങ്ങളെ പോലെ ഒക്കെയും ഞാൻ അവരുടെ മേൽ വരുത്തിയിരിക്കുന്നു. യഹോവ പിന്നെയും എന്നോട് അരുളി ചെയ്തത്: യഹൂദാ പുരുഷന്മാരുടെ ഇടയിൽ യെരുശലേം നിവാസികളുടെ ഇടയിൽ ഒരു കൂട്ടുകെട്ട് കണ്ടിരിക്കുന്നു. അവർ എൻ്റെ വചനങ്ങളെ കേട്ടനുസരിക്കാതെ പൂർവപിതാക്കന്മാരുടെ അകൃത്യങ്ങളിലേക്ക് തിരിഞ്ഞ് അന്യദേവന്മാരെ സേവിപ്പാൻ അവരോട് ചേർന്നിരിക്കുന്നു. ഞാൻ അവരുടെ പിതാക്കന്മാരോട് ചെയ്ത നിയമം ഇസ്രായേൽ ഗ്രഹവും യഹൂദ ഗ്രഹവും ലംഘിച്ചിരിക്കുന്നു. അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഒഴിഞ്ഞു പോകുവാൻ കഴിയാത്ത അനർത്ഥം ഞാൻ അവർക്ക് വരുത്തും. അവർ എന്നോട് നിലവിളിച്ചാലും ഞാൻ കേൾക്കയില്ല. അപ്പോൾ യഹൂദ പട്ടണങ്ങളും യെരുശലേം നിവാസികളും ചെന്ന് തങ്ങൾ ധൂപം കാട്ടി വന്ന ദേവന്മാരോട് നിലവിളിക്കും. എങ്കിലും അവർ അവരെ അനർത്ഥകാലത്ത് രക്ഷിക്കയില്ല. യെരുശലേമേ, നിന്റെ പട്ടണങ്ങളുടെ എണ്ണത്തോളവും നിനക്ക് ദേവന്മാരുണ്ട്. യെരുശലേമിലെ വീഥികളുടെ എണ്ണത്തോളം നിങ്ങൾ ആ ലജ്ജാവിഗ്രഹത്തിന് ബലിപീഠങ്ങളും ബാലിന് ധൂപം കാട്ടുവാനുള്ള പീഠങ്ങളെ തന്നെ തീർത്തിരിക്കുന്നു. ആകയാൽ നീ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കരുത്, അവർക്ക് വേണ്ടി യാചനയും പക്ഷപാതവും കഴിക്കരുത്. അവർ അനർത്ഥം നിമിത്തം എന്നോട് നിലവിളിക്കുമ്പോൾ ഞാൻ കേൾക്കയില്ല. ഇരുമ്പ് ചൂളയായ മിസ്രയീമിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്ന വഴിക്കാണ് ദൈവം ഇസ്രായേലിന് ന്യായപ്രമാണം നൽകുന്നത്. പാലും തേനും ഒഴുകുന്ന കനാൻ അവർക്ക് ശാശ്വത അവകാശമായി നൽകും എന്ന് വാഗ്ദാനവും ചെയ്തു. ആ വാഗ്ദാനം പാലിക്കാൻ ദൈവത്തിന് താല്പര്യമുള്ളത് കൊണ്ട് ന്യായപ്രമാണം പാലിക്കാനുള്ള ആഹ്വാനം യഹൂദ തെരുവുകളിൽ വിളിച്ചു പറയുവാൻ ദൈവം യിരെമ്യാവോട് കൽപ്പിച്ചു. അവർ അനുസരിക്കാത്തതിനാലാണ് അതിൽ പറഞ്ഞിട്ടുള്ള ശിക്ഷാക്രമങ്ങൾ ദൈവം അവരിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 9-ാം വാക്യത്തിൽ പറയുന്നത്, യഹൂദ പുരുഷന്മാരിൽ ഒരു കൂട്ടുകെട്ട് അഥവാ ഗൂഢാലോചന കണ്ടിരിക്കുന്നുവെന്നാണ്. ഒന്നാമത് യഹൂദയും ഇസ്രായേലും ചേർന്ന് ഉള്ളൊരു ഗൂഢാലോചന. എന്താണത്? നമുക്ക് യഹോവയെ വിട്ട് വിഗ്രഹങ്ങളോട് ചേരാം. രണ്ടാമത് അനാഥോത്തുകാർ യിരെമ്യാവിനെ കൊല്ലാൻ കൂട്ടുകെട്ടുണ്ടാക്കുന്നു.
10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത്, തന്മൂലം ദൈവം യഹൂദയ്ക്ക് അനർത്ഥം വരുത്തും. ദൈവം അവരുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. അപ്പോൾ അവർ വിഗ്രഹങ്ങളോട് നിലവിളിക്കും, വിഗ്രഹങ്ങളും അവരെ രക്ഷിക്കുകയില്ല. 14 വാക്യത്തിൽ യിരെമ്യാവോട് പറയുന്നത്, അവർക്കായി നീ പക്ഷപാതം ചെയ്യരുത് എന്നാണ്. 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ പറയുന്ന, ഫലപൂർണമായ പച്ച ഒലിവൃക്ഷം എന്ന് ദൈവം ഇസ്രായേലിനെ വിളിച്ചിരുന്നു, എന്നാൽ അതിനെ തീയിട്ട് നശിപ്പിക്കുവാൻ പോകുന്നു. 18 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത്, ഈ സന്ദേശം ഞെരുക്കമുള്ള കുഞ്ഞാട് പോലെ യിരെമ്യാവ് അറിയിച്ചു. എന്നാൽ ആ ഫലവൃക്ഷമായ യിരെമ്യാവിനെ തീ വെച്ച് നശിപ്പിക്കുവാൻ അവർ ഉപായം നിരൂപിച്ചു. ദൈവം അവരെ വാളിനാലും ക്ഷാമത്താലും നശിപ്പിക്കും. യിരെമ്യാവ് ജനിച്ചു വളർന്ന സ്ഥലമായ അനാഥോത്തുകാരാണ് കൊല്ലാൻ ഒരുങ്ങിയത്. അവർ പുരോഹിതന്മാരായിരുന്നു. പുരോഹിതർ ഇങ്ങനെയെങ്കിൽ സാമാന്യ ജനത്തിൻ്റെ കാര്യം പറയണമോ? അതുകൊണ്ട് ദൈവം പറയുന്നത്, ഈ അനാഥത്വത്തിൽ ഒരു ശേഷിപ്പുണ്ടാകുകയില്ല, ഞാൻ ഉന്മൂലനാശം വരുത്തും എന്നാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ ഉപേക്ഷിക്കത്തക്കവണ്ണം, സത്യദൈവമായ യഹോവ ഉപേക്ഷിക്കത്തക്കവണ്ണം എന്ത് കുറവാണ് അവനിലുള്ളത്? ദൈവം എന്താണ് അവർക്ക് ചെയ്യാതിരുന്നത്? ദൈവം ശിക്ഷിക്കും. താൻ നൽകിയ പ്രമാണങ്ങളെ അറിഞ്ഞിട്ടും പാലിക്കുന്നില്ലെങ്കിൽ, യേശു പറഞ്ഞ, അറിയാത്തവന് കുറേ അടി കിട്ടും, അറിഞ്ഞവന് കൂടുതൽ അടി കിട്ടും. ഇസ്രായേലിനെ പോലെ ശിക്ഷിക്കപ്പെട്ട ഒരു ജാതി വേറെയില്ല. കാരണം അവർ ദൈവത്തിൻ്റെ പരിജ്ഞാനം ഏറ്റവും അധികം ലഭിച്ച ജനമായതുകൊണ്ടാണ് അവർക്ക് ഉത്തരവാദിത്വം കൂടുതലുള്ളത്. പക്ഷേ അവർ ദൈവവചനത്തെ സ്നേഹിക്കാതെ, യഹോവയെ സ്നേഹിക്കാതെ അവർ ജാതികളെ അനുകരിച്ചു, ജാതികളുടെ വിഗ്രഹങ്ങളെ സ്നേഹിച്ചു, ജാതികളുടെ വിഗ്രഹങ്ങളോട് പ്രാർത്ഥിക്കാൻ തയ്യാറായി. അതുകൊണ്ടാണ് ദൈവം അവരെ കൂടെ കൂടെ ശിക്ഷിക്കുവാൻ ഇടയായത്. അതുകൊണ്ട് യിരെമ്യാവിലൂടെ ദൈവം അവസാനമായിട്ടൊരു ആഹ്വാനം നൽകുകയാണ്, ദൈവവചനത്തിലേക്ക് മടങ്ങി വരിക, ബാക്ക് ടു ദ ബൈബിൾ. പക്ഷേ അവർ യിരെമ്യാവിനെ കൊല്ലാനാണ് ഇറങ്ങിയത്. യേശു ജനത്തിനെതിരായിട്ട്, അവരുടെ പാപത്തിനെതിരായി സംസാരിച്ചു. അതുകൊണ്ടാണ് അവർ യേശുവിനെ കൊല്ലാൻ വട്ടം കൂട്ടിയത്. പ്രവാചകന്മാരെയൊക്കെ ഇസ്രായേൽ കൊല്ലുകയായിരുന്നു. സഭാചരിത്രം പരിശോധിച്ചാൽ മനുഷ്യൻ്റെ പാപത്തിനെതിരായിട്ട് സംസാരിച്ച അപ്പോസ്തലന്മാരെ എല്ലാം ആളുകൾ കൊല്ലുകയായിരുന്നു. ജനത്തിന് ബോധിച്ച പോലെ നടക്കണം, അതിന് ഒത്താശ ചെയ്യുന്ന ആളുകളായിരിക്കണം നേതാക്കന്മാർ. പക്ഷേ ദൈവത്തെ ഭയപ്പെടുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന നേതാക്കന്മാർ തീർച്ചയായിട്ടും പാപത്തിനെതിരെ സംസാരിക്കും. അതാണ് യിരെമ്യാവ് ചെയ്തത്. പക്ഷേ യിരെമ്യാവിനെ കൊല്ലാൻ ഒരുങ്ങുകയായിരുന്നു. എന്ത് ഭീഷണി ഉണ്ടായാലും ദൈവവചനം അങ്ങനെ തന്നെ ആളുകളെ പഠിപ്പിക്കുവാൻ ദൈവം നമ്മെ ഒരുക്കട്ടെ, സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.